ഫെയർ സ്റ്റേജിലെ അപാകതകൾ പിൻവലിച്ചില്ലെങ്കിൽ ബസ് ഓട്ടം നിർത്തുമെന്ന മുന്നറിയിപ്പുമായി ഹോസ്ദുർഗ് താലൂക്കിലെ ബസ് ഉടമകൾ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇവർ തങ്ങളുടെ തീരുമാനം അറിയിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. RTA നിർണയിച്ച ഫെയർ സ്റ്റേജിലെ അപാകത പരിഹരിച്ചില്ലെങ്കിൽ ബസ് ഓട്ടം നിർത്തിവെക്കുന്നതടക്കമുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഹോസ്ദുർഗ് താലൂക്കിലെ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹോസ്ദുർഗ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് പാണത്തൂർ, കാഞ്ഞങ്ങാട് കൊന്നക്കാട്, കാഞ്ഞങ്ങാട് കാലിച്ചനടക്കം റൂട്ടിൽ ഫെയർ സ്റ്റേജുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നിന്നും കിലോമീറ്റർ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ അപാകതയുണ്ട്. ഇത് ബസ് ഉടമകൾക്ക് സാമ്പത്തിക പ്രയാസം സൃഷ്ടിക്കുന്നു. അതിനാൽ പ്രസ്തുത ദൂരം വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി ഫെയർ സ്റ്റേജ് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും ബസ് ഉടമസ്ഥ സംഘം അറിയിച്ചു. മറ്റു സ്ഥലങ്ങളിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന് കണക്കായിട്ടാണ് ഇപ്പോൾ ഈ ഫെയർ സ്റ്റേജ് ലിസ്റ്റ്, ടിക്കറ്റ് നിരക്കിന്റെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പാറപ്പള്ളി വരെ 12.1 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ ദൂരത്തിൽ ഫെയർ സ്റ്റേജ് നിർണ്ണയിക്കുമ്പോൾ 5 സ്റ്റേജാണ് വേണ്ടത്. എന്നാൽ RTA തീരുമാനപ്രകാരം പുതിയ ഫെയർ സ്റ്റേജ് നിർണ്ണയത്തിൽ 4 സ്റ്റേജ് മാത്രമേയുള്ളൂ. 2.5 കിലോമീറ്റർ വെച്ച് സ്റ്റേജ് മാർക്ക് ചെയ്യുന്ന ഈ പിശകാണ് തിരുത്തേണ്ടത്. 1972 ഫെയർ സ്റ്റേജ് അപകടം ചൂണ്ടിക്കാണിച്ചുള്ള പരാതിയുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് അകാരണമായി തങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ബസ് ഉടമകൾ ആരോപിക്കുന്നു. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് M. അസൈനാർ, ജനറൽ സെക്രട്ടറി AV പ്രദീപ് കുമാർ, ട്രഷറർ KV രവി, ജില്ലാ സെക്രട്ടറി P. ലക്ഷ്മണൻ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.